അങ്ങനെ കാനഡയിൽ വന്നിട്ട് എന്റെ ആദ്യത്തെ ജോബ് ഇന്റർവ്യൂ ആട്ടോ. രാവിലെ തന്നെ അപ്പൊ പോണേക്കാളും മുന്നേ ഹെയ്ഡ് കഴിഞ്ഞു. അപ്പൊ പോണേന്റെ കരച്ചിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി പ്രാർത്ഥിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. ജോബ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് മാസം 2 ആദ്യമായിട്ടാണ് ഒരു ജോബ് ഇന്റർവ്യൂ പോലെ വന്നത്. അതും കിട്ടിയത് എങ്ങനെ, എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി റെഫർ ചെയ്തിട്ടാട്ടോ അവരെന്നെ വിളിച്ചത്. ഇന്നേ ദിവസം തന്നെയായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഗോ ബസ്സിൽ കയറിയത്. അപ്പൊ അതിന്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബേബി ആയിട്ട് പോകുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടായിരുന്നില്ല. അങ്ങനെ ലക്ഷ്യ സ്ഥലത്ത് എത്തിയപ്പോൾ മുന്നിൽ തന്നെ നമ്മളെ റെഫർ ചെയ്ത എന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടുപിട്ടി. അങ്ങനെ വെറുതെ ഒരു ഫ്രണ്ട് അല്ല, എന്റെ കോളേജ് മേറ്റും ഹോസ്റ്റൽ മേറ്റും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റീനെയാണ് ഞാൻ കണ്ടത്. ഇന്റർവ്യൂ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുത്തെ മാനേജറിന്റെ മെയിൻ കൺസേൺ ഇത്രയും ദൂരം ഞാൻ ട്രാവൽ ചെയ്ത് വരുന്നു, പിന്നെ കൂടാതെ ഒരു ബേബി ഉണ്ട്. അതൊക്കെയായിരുന്നു അവരുടെ കൺസേൺ. അതുകൊണ്ട് ജോലി കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടി, കിട്ടില്ല എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കണം. ഭാഗ്യത്തിന് ക്രിസ്റ്റീനെ ഷിഫ്റ്റ് കഴിഞ്ഞ കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ വിശപ്പുള്ള കാരണം ഓസ്മോസ് കയറി ഷവർമയൊക്കെ കഴിച്ച് ഒരു കൊല്ലം കഴിഞ്ഞു കാനഡയിൽ വന്നിട്ട്. ഇപ്പോഴും എനിക്ക് ട്രെയിൻ കയറാൻ ഇവിടെ ഭയങ്കര പേടിയാണ്. അങ്ങനെ പകുതി വഴി വരെ ഇവിടെ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ഈ സ്റ്റേഷനിൽ 4 ഫ്ലോറും എല്ലാ ഫ്ലോറിനും ഒരു ലോഡ് ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ എന്താ കുത്തബ് മിനാറാണോ പണിത് വെച്ചേക്കണെന്നാണ് ക്രിസ്റ്റീനയുടെ ചോദ്യം. അങ്ങനെ കിപ്ലിംഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്റെ ഫോണിൽ ചാർജ് 1% ഉള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, വിനിച്ചേട്ടനെ വേഗം വിളിച്ചു എന്നെ ഒന്ന് വീട്ടിലേക്ക് എത്തിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സേഫ് ആയിട്ട് വിനിച്ചേട്ടൻ വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. ആകെ ടയേർഡാണ്. ഇനി ഇവനെ കൊണ്ട് ഞാനൊരു ജോലി തപ്പാൻ ഇറങ്ങില്ല എന്നുള്ള തീരുമാനിച്ചു. ഹെയ്ഡൻ സൈനിങ് ഓഫ്.